الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, തത്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ സർവ്വലോക രക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിനെ അനുസരിച്ച് കീഴൊതുങ്ങി അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തബൂക്ക് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചരിത്രമാണ് തബൂക്കിന് പറയാനുള്ളത്. ഇസ്ലാമിക സമൂഹം എന്തുകൊണ്ടും ദുർബലമായിരുന്ന, ഏത് യുദ്ധം എടുത്തു നോക്കിയാലും ശത്രുപക്ഷം വലിയ സന്നാഹങ്ങളുമായി, വലിയ യുദ്ധക്കോപ്പുകളുമായി ഒരുങ്ങി നിൽക്കുന്ന സാഹചര്യം. തബൂക്കിന്റെയും സാഹചര്യം സമാനം തന്നെയായിരുന്നു. ഇസ്ലാമിക സമൂഹത്തിൽ നമുക്കറിയാം, മദീനയിലായിരുന്നു ആ സമയത്ത് ഇസ്ലാമിക സമൂഹം ഉണ്ടായിരുന്നത്. മദീനയിൽ നിന്നും ഏകദേശം 400 നാഴിക അകലെയായിരുന്നു തബൂക്ക് സ്ഥിതി ചെയ്തിരുന്നത്. തബൂക്കിലേക്ക് അന്നത്തെ ഷ്യാമിൽ നിന്നും, ഷ്യാമിന്റെ ഭാഗമാണ് തബൂക്ക്, തബൂക്കിലേക്ക് ശത്രുപക്ഷം യുദ്ധത്തിനായി ഒരുങ്ങി വരുന്നുണ്ട്, അവിടെ എത്താറായിട്ടുണ്ട് എന്ന വാർത്ത ഇസ്ലാമിക സമൂഹത്തിലേക്ക് എത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ എന്ന ധിഷണാശാലിയായ നേതൃപാടവമുള്ള നേതാവ്, പ്രവാചകൻ കൃത്യമായ ചില കൽപ്പനകൾ ഇസ്ലാമിക സമൂഹത്തിന്, സ്വഹാബത്തിന് നൽകുകയാണ്. പ്രവാചകന്റെ കൽപ്പനകളെ പൂർണ്ണമായും ശിരസാ വഹിച്ചുകൊണ്ട് തങ്ങളാൽ കഴിയുന്ന രൂപത്തിലെല്ലാം സ്വഹാബിമാർ ആ യുദ്ധത്തിന് വേണ്ടി പടക്കോപ്പുകൾ ഒരുക്കുകയാണ്. എന്നിരുന്നാലും ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അവർക്ക് മുമ്പിലുണ്ടായിരുന്നു. 400 നാഴിക അകലെയാണ് തബൂക്ക്. അത്രയും ദൂരം യാത്ര ചെയ്യുക എന്നത് ഇന്നത്തെ പോലെ അത്ര എളുപ്പമല്ല. മരുഭൂമികൾ താണ്ടി, കുന്നും മലകളും താണ്ടി, തീർച്ചയായും തണലോ മറ്റൊന്നും അവർക്ക് ലഭിക്കില്ല എന്ന ഉറപ്പോടുകൂടി തന്നെ തങ്ങളുടെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് അവർക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഈ യാത്രയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങൾ നടന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ്. ഒരു ആരോഗ്യകരമായ മത്സരം.
അവർ രണ്ടുപേരും അറിയാത്ത രൂപത്തിൽ ഒരു മത്സരം. ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്, ഈ യുദ്ധത്തിന്റെ വേളയിലെങ്കിലും എനിക്ക് അബൂബക്കറിനെ മുൻകടക്കാൻ സാധിക്കണം. അതുകൊണ്ട് എന്റെ കയ്യിലുള്ള എല്ലാം ഞാൻ ദീനിനു വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം വരുന്നു, നിങ്ങൾ കൊണ്ട് കഴിയുന്നതെല്ലാം നിങ്ങൾ ഈ യുദ്ധത്തിന് വേണ്ടി ഈ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ചെന്ന് തന്റെ മൊത്തം സമ്പത്തിന്റെ, വലിയ ധനികനായിരുന്നു ഉമർ, അദ്ദേഹം തന്റെ സമ്പത്തിന്റെ പകുതി ഭാഗം എടുത്തുകൊണ്ട് ദീനിന്റെ മാർഗത്തിലേക്ക് വരികയാണ്. ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അദ്ദേഹത്തോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, താങ്കൾ എത്രയാണ് അബൂബക്കർ കൊണ്ടുവന്നത് ഈ ദീനിന്റെ മാർഗത്തിലേക്ക് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളും അള്ളാഹുവും മാത്രമാണ് എന്റെ വീട്ടിൽ ബാക്കിയുള്ളത്. എന്റെ സമ്പത്തിന്റെ മുഴുവനും ഞാൻ ഈ ദീനി മാർഗത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയും ആ ഒരു സമയത്ത് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കടത്താൻ തനിക്ക് ആ മത്സരത്തിലൂടെ സാധിച്ചില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പരിതപിക്കുന്ന ഒരു സാഹചര്യം ഈ തബൂക്ക് യുദ്ധത്തിന്റെ ഒരു സന്ദർഭത്തിലാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ വിശ്വാസികളായ സ്വഹാബിമാർ തങ്ങളാൽ കഴിയുന്നതെല്ലാം ഈ യുദ്ധത്തിന് വേണ്ടി അവിടെ ഒരുക്കുകൂട്ടി വയ്ക്കുകയാണ്. എന്നാലും അവർക്ക് നേരിടാനുള്ള പ്രയാസങ്ങൾ, അവർക്ക് തരണം ചെയ്യാനുള്ള പ്രതിസന്ധികൾ അത് വളരെ വലുതായിരുന്നു. തബൂക്കിലേക്കുള്ള യാത്ര ഒരു ഭാഗത്ത്, ഇത് തൊട്ടു മുമ്പാണ് ഹുനൈൻ, ത്വായിഫ് എന്ന 2 യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. ഈ 2 യുദ്ധങ്ങൾ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് തബൂക്ക് എന്നൊരു യുദ്ധവും വരുന്നുണ്ട് എന്ന വാർത്ത അവർ കേൾക്കുന്നത്. അതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ഭക്ഷണക്ഷാമം അവർക്കുണ്ടായിരുന്നു. വലിയ ചൂട് അനുഭവപ്പെടുന്ന അത്യുഷ്ണമുള്ള കാലാവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം ശത്രുപക്ഷത്തെ ഓർത്തുകൊണ്ടുള്ള വലിയ ഭയം അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ആ ഒരു സമയത്തായിരുന്നു അവരുടെ ഏറ്റവും വലിയ കൃഷിയായ ഈന്തപ്പന തോട്ടങ്ങളുടെ വിളവെടുപ്പ് നടക്കുന്ന സമയം. അപ്പോ യുദ്ധം നടക്കുന്ന സമയത്ത് ഇവർ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വിളവെടുക്കാൻ ആരും ഉണ്ടാവാത്ത സാഹചര്യവും അവർ ഇത്രകാലം ഉണ്ടാക്കിയെടുത്ത കൃഷി മൊത്തം നശിച്ചു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാവും എന്ന ഭയവും അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൽ എരിതിയിലേക്ക് എണ്ണ ഒഴിക്കാൻ എന്ന പോലെ അവിടെയുള്ള കപട വിശ്വാസികൾ, അബ്ദുല്ലാഹി ഇബ്നു ഉബൈയുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് മുനാഫിക്കുകളായ ആളുകൾ ഇസ്ലാമിക സമൂഹത്തിന്റെ മനസ്സിലേക്ക് മാനസികമായി അവരെ തളർത്താൻ കൂടി ആ സമയം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അവരോട് പറയുകയാണ്, ഈ ഒരു സമയത്താണോ നിങ്ങൾ യുദ്ധമൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയില്ലേ? നിങ്ങളുടെ വീടും കുടുംബവും ഒക്കെ തനിച്ചാക്കി 2 യുദ്ധം കഴിഞ്ഞ് 3ാമത്തെ ഒരു യുദ്ധവും, അതും ഇത്രയും പ്രയാസം മുമ്പിൽ നിൽക്കുന്ന, നിങ്ങൾക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ള സമയത്ത് യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണോ എന്നെല്ലാം ചോദിച്ച് അവരെ മാനസികമായി തളർത്താനും കപട വിശ്വാസികൾ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പല രൂപത്തിലും പല സ്വഹാബിമാർക്കും സ്വാഭാവികമായുമുള്ള ചില നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരികയാണ്. ഈ ഒരു അവസരത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 38ാമത്തെ വചനം അവിടെ അവതരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹ് ഇസ്സാഖൽതും ഇലൽ അർളി അറദീതും ബിൽ ഹയാത്തിദ് ദുനിയ മിനൽ ആഖിറ ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ഖുർആനിലൂടെ അല്ലാഹു സ്വഹാബിമാരെ അഭിസംബോധന പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, മാ ലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹ്, മാ ലക്കും, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുവിൻ എന്ന കൽപ്പന വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിയാൻ മാത്രം എന്താണ് നിങ്ങൾ പ്രേരിപ്പിക്കുന്നത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഇസ്സാഖൽതും ഇലൽ അർള്, നിങ്ങൾ ഭൂമിയിലേക്ക് തൂക്കം കൂട്ടിക്കളയുന്നു, നിങ്ങൾ ഇഹലോകത്തിലേക്ക്, ഈ ദുനിയാവിലേക്ക് നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ ഭാരമുള്ളതാക്കുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. ശേഷം പറയുന്നുണ്ട്, അറദീതും ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ, നിങ്ങൾ പരലോകത്തെ അപേക്ഷിച്ച് ഈ ദുനിയാവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്. ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ, എന്നാൽ പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകം എന്നത്, ഈ ദുനിയാവ് എന്നത് അത് വളരെ നിസ്സാരമാണ് എന്ന് ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. സാധാരണ ആലോചിച്ച് നോക്കൂ, നമ്മൾ അത്രയും പ്രയാസങ്ങൾ തങ്ങളുടെ മുമ്പിലുണ്ട് എന്ന പൂർണ്ണ ബോധ്യം ഒരു യാഥാർത്ഥ്യമായി തങ്ങളുടെ മുമ്പിൽ നിലനിൽക്കെ തന്നെ അവർക്ക് സ്വാഭാവികമായും മനുഷ്യരെന്ന നിലയ്ക്കുള്ള ചില സഹജമായ ചിന്തകളാണ് യുദ്ധത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങുമ്പോൾ അവർക്കുണ്ടായത്. ഈ ചിന്തകളെയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ എന്ത് തന്നെ പ്രയാസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഒരു കൽപ്പന മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. കാരണം അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ പ്രാമുഖ്യം നൽകുന്നത് ഈ ക്ഷണികമായ ഇഹലോകത്തെയാണ്, ഈ ദുനിയാവിനെ ആയിരിക്കും എന്ന് ഖുർആൻ അവർക്കൊരു വാണിംഗ് കൊടുക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത്, എന്ത് തന്നെ പ്രയാസങ്ങൾ നമുക്കൊക്കെ മുമ്പിൽ വന്നാലും നമുക്കെല്ലാവർക്കും ഇന്നൊരു യുദ്ധം വരാനില്ല. ഈ തൃശൂർ ജില്ലയിൽ നമുക്കിതിനപ്പുറത്തുനിന്ന് ഇസ്ലാമിക സമൂഹത്തെ ആക്രമിക്കാൻ മറ്റൊരു സൈന്യം വരുന്നു
എന്ന് പറഞ്ഞ് നിങ്ങൾ യുദ്ധത്തിലേക്ക് പുറപ്പെടൂ എന്നൊരു കൽപ്പന നമുക്ക് ആർക്കുമില്ല. നമ്മുടെ കുടുംബവും വീടുമെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ പലായനം ചെയ്യണം എന്നൊരു കൽപ്പന നമുക്കില്ല. നമുക്ക് ചെയ്യാനുള്ളത് വളരെ കൃത്യമായ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പാലിച്ച് മാത്രം ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്ന ചെറിയ കർമ്മം മാത്രമാണ്. അവരോട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനോട് ഇത്ര ഗൗരവകരമായി ഖുർആൻ ഈ ഒരു കൽപ്പന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം എത്രമേൽ ഗൗരവകരമായി നമ്മുടെ ജീവിതവുമായി ഇത് ചേർത്ത് വായിക്കണം. ഇഹലോക ജീവിതം എന്നത് അത് ക്ഷണികമാണ്. ഒരു സമുദ്രത്തിലേക്ക് വിരൽ മുക്കിക്കഴിഞ്ഞാൽ ആ വിരൽ എടുത്തു കഴിഞ്ഞാൽ കൈയിന്റെ അറ്റത്ത് എത്ര തുള്ളി വെള്ളമുണ്ടാവുമോ ഇതാണ് ഇഹലോകം, ഇതാണ് ദുനിയാവ്. ശേഷം ആ പാരാപാരം നീണ്ടു നിവർന്നു കിടക്കുന്ന ആ സമുദ്രമുണ്ടല്ലോ അതാണ് പരലോകം എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ നാം ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സ് പലപ്പോഴും ഈ ഇഹലോകവുമായി ഈ ദുനിയാവുമായി ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, ജോലി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വാഹനം, നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമ്മുടെ പദവികൾ, ഇങ്ങനെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട് ഇവിടെ ചുറ്റിപ്പറ്റി കിടക്കുന്ന എന്തെല്ലാം ഉണ്ടോ ഇത് മാത്രമാണ് പലപ്പോഴും മനുഷ്യരുടെ ചില ചിന്താഗതികൾ നടന്നത്. യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത് ഈ അനുഗ്രഹങ്ങളെല്ലാം എപ്പോൾ വേണമെങ്കിലും നീങ്ങിപ്പോയേക്കാം എന്ന ചിന്തയാണ് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരമാവും എന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. വൈകുന്നേരമായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയാവും എന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. അതിനു മുമ്പ് നിങ്ങളുടെ മരണം സംഭവിച്ചേക്കാം. ഉറക്കത്തെ ഇസ്ലാം കാണുന്നത് ഒരു ചെറിയ മരണമായിക്കൊണ്ടാണ്. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ, എന്നെ മരിപ്പിക്കുന്ന ശേഷം ജീവിപ്പിക്കുന്ന അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ് ഉറങ്ങേണ്ട അങ്ങനെ കൽപ്പനയുള്ള ആളുകളാണ് നമ്മളൊക്കെ. ഇങ്ങനെ ക്ഷണികമായ ഈ ജീവിതത്തെ നമ്മൾ ആ രൂപത്തിൽ നോക്കിക്കാണണം എന്ന കൽപ്പന ഉണ്ടായിരിക്കെ തന്നെ പലപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം ഒരു സ്വിച്ച് ഇട്ട പോലെ വളരെ യാന്ത്രികമായി തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ജുമ ഉള്ളതുകൊണ്ട് ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് എത്തുക, അല്ലെങ്കിൽ ബാക്കി 5 വക്ത് നമസ്കാരം ഉള്ളതുകൊണ്ട് നമ്മുടെ ജീവിതവുമായി വലിയൊരു പ്രയാസമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ തട്ടിക്കൂട്ടി അങ്ങനെ മുന്നോട്ട് പോവുക എന്ന രൂപത്തിലേക്ക് മുസ്ലിം സമുദായം പോലും പോകുന്നുണ്ടോ എന്ന ചോദ്യം നാം എവരും സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നാം എന്ന വിശ്വാസി നമ്മുടെ ദീനിനെ ഏറ്റവും കൃത്യമായി മുറുകെ പിടിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഒരു റമളാൻ പടിവാതിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് വെറും 2 ആഴ്ചയും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് റമളാന് ബാക്കിയുള്ളത്. അത്രയും ദിവസങ്ങളെ കൃത്യമായി ഒരുങ്ങിക്കൊണ്ട് നമ്മുടെ ദീനിനെ എങ്ങനെയെല്ലാം നമ്മുടെ ജീവിതവുമായി ചിട്ടയായി കൊണ്ടുപോകാൻ കഴിയുമോ, നമ്മുടെ റുട്ടീൻ ഷെഡ്യൂളിലേക്ക് എങ്ങനെയാണ് ഈ ദീനിനെ ചേർത്ത് വെക്കാൻ കഴിയുക എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കൃത്യമായി ആവർത്തിച്ച് പറയുന്നുണ്ട്, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് സമുദായത്തെ വിരോധിക്കുകയും ചെയ്യണമെന്നുള്ള കൽപ്പന ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തെ ചിട്ടയാക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മളുടെ ആജ്ഞയാണ്, കൽപ്പനയാണ് യഥാർത്ഥത്തിൽ സദാചാരം കൽപ്പിക്കുക, ദുരാചാരത്തെ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഈ 2 വിഷയത്തിലും നമുക്ക് ചില അപജയങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് നാം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. സദാചാരത്തെ കൽപ്പിക്കുക, എത്രത്തോളം നമുക്ക് നന്മകളിൽ മുഴുകാൻ കഴിയുമോ അത് യാതൊരാളും കാണാൻ വേണ്ടിയല്ല, മറ്റാരെയും കാണിക്കുവാൻ വേണ്ടിയുമല്ല, മറിച്ച് നമുക്ക് നാളെ പരലോകത്തേക്ക് നമ്മുടെ ഖബറിലേക്കുള്ള ചില നന്മകൾ നേടിയെടുക്കാൻ എന്തെല്ലാം നന്മകൾ ഇവിടെ കൽപ്പിക്കാൻ കഴിയുമോ അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ ആ രൂപത്തിൽ നല്ല നീയത്തിൽ ഒരുങ്ങി പുറപ്പെടുക എന്ന ഖുർആനിന്റെ കൽപ്പന. ഒരു ചരിത്രം പറയാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ എല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് അവരോട് കൽപ്പിക്കുകയാണ്, ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ചരിത്രം പറയുകയാണ്. നിങ്ങൾക്ക് മുമ്പുള്ള തലമുറയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സാത്വികനായ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹു എനിക്ക് ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അടിമകളെയും ഞാൻ സഹായിക്കണം എന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം തീരുമാനിക്കുകയാണ്, തന്റെ കയ്യിൽ കുറച്ച് സമ്പത്തുണ്ട്, ആ സമ്പത്തെല്ലാം പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഉപകാരമുള്ള ആളുകൾക്ക് കുറച്ച് വിതരണം ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം രാത്രി തീരുമാനമെടുക്കുകയാണ്, ഇന്ന് ഒരു കിഴി സമ്പത്ത്, തന്റെ സമ്പത്തിൽ നിന്ന് ഒരു കിഴി എടുത്തുകൊണ്ട് ഇന്ന് പാവപ്പെട്ട ആളുകൾക്ക് ഞാൻ കൊടുക്കും. അദ്ദേഹം തീരുമാനിച്ച് ഇത് മറ്റാരും കാണരുത് എന്ന ഉറച്ച ബോധ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ ഭാര്യ പോലും അറിയാതെ അദ്ദേഹം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തന്റെ പട്ടണത്തിലേക്ക് ഒരുങ്ങിയിറങ്ങുകയാണ്. ആ പട്ടണത്തിലേക്ക് പോയി ഒരു ഇരുട്ടിന്റെ മറവിൽ അദ്ദേഹം ഒരു സാധാരണക്കാരായ ഒരാളെ കാണുകയാണ്. അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ ഇദ്ദേഹത്തിന്റെ മുഖം മറച്ചുകൊണ്ട് അദ്ദേഹം നേരെ ഈ കിഴി പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുകയും അദ്ദേഹത്തിന് ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് തന്നെ തിരിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്യാം. ഇങ്ങനെ അദ്ദേഹം അന്ന് രാത്രി വളരെ ആശ്വാസപൂർവ്വം കിടന്നുറങ്ങുന്നു. ശേഷം രാവിലെ എഴുന്നേറ്റ് ശേഷം ഇദ്ദേഹം പട്ടണത്തിലേക്ക് ഇറങ്ങിയപ്പോ അവിടെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കളിയാക്കിച്ചിരിക്കുന്ന തമാശ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, എന്താ അത്ര വലിയ തമാശ എന്ന് ചോദിച്ചപ്പോ അവർ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഒരു വ്യക്തി രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ ഒരു വ്യക്തി ഇവിടെ ഒരുങ്ങി ഇറങ്ങി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കുറച്ച് പണം ഇവിടെയുള്ള ഏറ്റവും വലിയ കള്ളന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു.
ആലോചിക്കണം, ഒരു കള്ളൻ കക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇതാ പണം എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊടുക്കുന്നത് എത്രമാത്രം ഭോഷ്ടായിക്കൊണ്ട് അവർ കാണുന്നുണ്ടാവുക. ആ രൂപത്തിൽ അതിനെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്ന ഒരു സാഹചര്യം പട്ടണത്തിൽ നടക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ചിന്തിച്ചു, ഞാൻ ഇന്നലെ കൊടുത്ത ആ ഒരു സമ്പാദ്യം, എന്റെ ദാനധർമ്മം, അത് ഒരുപക്ഷെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒന്നുകൂടി ഇഖ്ലാസോടുകൂടി ഞാൻ ഈ ഒരു കർമ്മം ഒന്നുകൂടി ചെയ്യാൻ തീരുമാനിക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അന്ന് രാത്രിയും അദ്ദേഹം ഇരുട്ടിന്റെ മറവിൽ പട്ടണത്തിലേക്ക് ഇറങ്ങുകയാണ്. മറ്റൊരു കിഴി പണം അദ്ദേഹം എടുത്തുകൊണ്ട് അവിടെ ഒരു സ്ത്രീയാണ് അദ്ദേഹം ആദ്യം കണ്ടത്. അപ്പൊ ആ സ്ത്രീയുടെ കയ്യിൽ കൊണ്ടുപോയി പണം കൊടുക്കുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ അവരെ നോക്കാതെ തന്നെ തിരിച്ച് തന്റെ വീട്ടിലേക്ക് വരികയും ആശ്വാസത്തോടെ കിടന്നുറങ്ങുകയും ചെയ്യാണ്. പിറ്റേന്ന് രാവിലെയും പട്ടണത്തിലേക്ക് ഇറങ്ങിയപ്പോ വലിയ തമാശ നടക്കുകയാണ്. അപ്പോ ആളുകളോട് ചോദിച്ചു, എന്താ ഇന്നത്തെ തമാശ എന്താ എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞത്, ഇന്നലെ രാത്രി മിനിഞ്ഞാന്നത് പോലെ ഒരു വ്യക്തി അദ്ദേഹം ഇരുട്ടിന്റെ മറവിൽ വന്ന് ഒരു കിഴി പണം എടുത്തുകൊണ്ട് കൊടുത്തത് ആർക്കാന്നറിയോ? ഇവിടെയുള്ള ഏറ്റവും വലിയ വ്യഭിചാരിണിയായ വേശ്യയായ ഒരു സ്ത്രീക്കായിരുന്നു എന്ന് പറയുകയുണ്ടായി. ഇദ്ദേഹം വീണ്ടും വളരെ സങ്കടപ്പെടുകയാണ്. അദ്ദേഹം മാറി നിന്ന് ചിന്തിക്കുകയാണ്, റബ്ബേ, എന്റെ ഈ ഒരു കർമ്മം പോലും നീ സ്വീകരിച്ചിട്ടില്ല. എന്റെ ഭാഗത്ത് എന്തെങ്കിലും, എന്റെ ഇഖ്ലാസ് എന്തെങ്കിലും പ്രശ്നമുണ്ടായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഇന്നും ഒരിക്കൽ കൂടി ഞാൻ ആ ഒരു നന്മ ആവർത്തിക്കാൻ പോവുകയാണ് തീരുമാനിക്കുകയും ഒരു ദിവസം കൂടി രാത്രി അദ്ദേഹം ഒരുങ്ങി ഇറങ്ങാണ് തന്റെ കയ്യിൽ ഒരു പണക്കിഴിയുമായിട്ട്. അങ്ങനെ അദ്ദേഹം ആദ്യം കണ്ട പട്ടണത്തിന്റെ വേറൊരു മൂലയിലേക്ക് പോയി അവിടെ ആദ്യം കണ്ട വ്യക്തിക്ക് പണം കൊടുക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി സ്വീകരിച്ചു. ഇദ്ദേഹം ആരും കാണാതെ തിരിച്ചു വന്ന് ആശ്വാസത്തോടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസവും രാവിലെ അവിടെ തമാശ നടക്കുകയാണ്. ആളുകൾ പരിഹസിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് പറയാണ്, ഇന്നലെ രാത്രിയും ഇതുപോലൊരു മനുഷ്യൻ വന്നിരുന്നു. അദ്ദേഹം പണം കൊടുത്തതാവട്ടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനികനായ വ്യക്തിക്കാണ്. ഇവിടുത്തെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ആരാണോ ആ വ്യക്തിക്കാണ് അദ്ദേഹം പണം കൊടുത്തത്. അദ്ദേഹത്തിനൊക്കെ ഈ പണം കിട്ടിയിട്ട് എന്താണ് കാര്യം? അത് ചെറിയൊരു എമൗണ്ട് മാത്രമല്ലേ ആവുള്ളൂ എന്ന രൂപത്തിൽ ഇദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹമാണെന്ന് അറിയാത്ത രൂപത്തിൽ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അപ്പോഴും സങ്കടപ്പെട്ട് മാറിയിരുന്ന് ഖേദം പ്രകടിപ്പിക്കണം അള്ളാഹുവിനോട്. ഇത് കേട്ടപ്പോ ഈ ചരിത്രം പറയുന്ന സമയത്ത് സ്വഹാബിമാരിൽ പലരും ചിരിക്കുന്ന പരിഹസിക്കുന്ന അവസ്ഥ കേട്ടു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഓർത്ത് ചിരിക്കുന്നത്, തമാശയാക്കുന്നത്? ഇതിന്റെ ബാക്കി കൂടി നിങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യമായി പണം കൊടുത്ത ആ കള്ളന് ഈ പൈസ കിട്ടിയതുകൂടി അദ്ദേഹം തന്റെ മോഷണം എന്ന കല അവിടെ അവസാനിപ്പിക്കുകയാണ്. ശേഷം അദ്ദേഹം നല്ലൊരു വ്യക്തിയായി ജീവിക്കുകയും അദ്ദേഹത്തിന്റെ ഒരുപാട് നന്മകൾ അവിടെ നോക്കിക്കാണുകയും ചെയ്യാണ്. ശേഷം രണ്ടാമത് പൈസ കൊടുത്ത ആ വ്യഭിചാരിയായ സ്ത്രീ, അവർ ആ വേശ്യാവൃത്തി അവസാനിപ്പിക്കുകയും നല്ലൊരു സാത്വികയായ സ്ത്രീയായി മാറുകയും ചെയ്യുകയാണ്. മൂന്നാമത് പണം കൊടുത്ത ആ ധനികനായ വ്യക്തി, അദ്ദേഹത്തിന് ഈ പണം കിട്ടിയപ്പോൾ ആ ധനികൻ ചിന്തിക്കുന്നത്, എനിക്ക് ഇത്രയും സമ്പാദ്യം ഉണ്ടായിട്ട് പോലും ഈ ഒരു സാധാരണക്കാരനായ ഏതോ ഒരു വ്യക്തി ആരും കാണാത്ത രൂപത്തിൽ ചെറിയൊരു പണക്കിഴി അദ്ദേഹത്തിന് കഴിയുന്ന രൂപ എനിക്ക് തന്നല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് കാര്യം തോന്നാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ പണത്തിൽ നിന്നും വലിയ രൂപത്തിലുള്ള സമ്പാദ്യം ആ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്കൊക്കെ സ്വതക്ക ചെയ്യാണ്. റസൂൽ പറഞ്ഞു കൊടുക്കുന്നത്, ഇത്തരത്തിൽ അദ്ദേഹം നല്ല നിയത്തിൽ ആത്മാർത്ഥമായ ഒരു നന്മ ചെയ്തപ്പോ അദ്ദേഹത്തിന് വലിയ രൂപത്തിലുള്ള, അദ്ദേഹം ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള വലിയ നേട്ടങ്ങൾ, നന്മകൾ അദ്ദേഹത്തിന് ലഭിക്കാൻ അത് കാരണമായി എന്നുള്ളതാണ്. ഇതുപോലെ സഹോദരങ്ങളെ, തിന്മയെ വിരോധിക്കാൻ നമ്മൾ കൽപ്പനയുണ്ട്. ഒരു കപ്പലിൽ യാത്ര നമ്മൾ കേട്ടിട്ടുണ്ടാവും. കപ്പലിൽ യാത്ര ചെയ്യുന്ന രണ്ട് തട്ടിലായി യാത്ര ചെയ്യുന്ന ആളുകൾ, താഴത്തെ തട്ടിലുള്ള ആളുകൾക്ക് അവർക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ മുകളിലേക്ക് പോകണം. ശുദ്ധമായ വെള്ളം മുകളിലേ ഉള്ളൂ. ഓരോ തവണയും മുകളിൽ കയറുന്നത് അവരെ ബുദ്ധിമുട്ടിക്കലാവുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് താഴത്തെ ആളുകൾ തീരുമാനിക്കുകയാണ്, നമുക്ക് കപ്പലിൽ ഒരു ദ്വാരം ഉണ്ടാക്കാം, ഒരു തുളയിടാം എന്ന് തീരുമാനിക്കുകയും കപ്പലിൽ തുളയിടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയും ചെയ്യാണ്. ഈ സമയത്ത് മുകളിലുള്ള ആളുകൾ എന്താണ് ചിന്തിക്കുക? സ്വാഭാവികമായും അവർ തുളയിട്ട് കഴിഞ്ഞാൽ അവരും നമ്മളും അടങ്ങുന്ന ഈ സമൂഹം മൊത്തത്തിൽ, ഈ കപ്പൽ മൊത്തത്തിൽ താഴെ കടലിൽ മുങ്ങിത്താഴും എന്ന ചിന്തയുള്ളതുകൊണ്ട് അവരത് ആ തിന്മയെ, ആ തെറ്റിനെ കൈകൊണ്ട് തടുക്കുവാൻ, അതിൽ നിന്ന് നിരാകരിക്കുവാൻ, അവരെ വിരോധിക്കുവാൻ ഒരുങ്ങിയിറങ്ങണമെന്നുള്ള കൽപ്പന. യഥാർത്ഥത്തിൽ ഇങ്ങനെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള നന്മകളും നമ്മുടെ സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ തിന്മകളെ വിരോധിക്കലും യഥാർത്ഥത്തിൽ വിശ്വാസികൾ നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, എന്തെങ്കിലും ഒരു തിന്മ ഇങ്ങനെ കാണുമ്പോൾ അതിപ്പോ എന്റെ കുടുംബത്തിലല്ലല്ലോ, എന്നെ ബാധിച്ചിട്ടില്ലല്ലോ, എന്റെ ഭാര്യയും മക്കളും എന്റെ കുടുംബവും എന്റെ എളാപ്പയും മൂത്താപ്പയും അമ്മായും അമ്മാവനും ഒക്കെ എല്ലാവരും വളരെ സേഫാണ്, നമുക്കൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഏതോ സ്ഥലത്ത് നടക്കുന്ന, കോട്ടയം ജില്ലയിലെ പിന്നെ ഒരു നഴ്സിംഗ് കോളേജ് നടന്ന റാഗിങ്, അതിലിപ്പോ ഞാൻ ഓർത്ത് പരിതപിക്കേണ്ട കാര്യം എന്താണ്? എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന നമ്മൾ അറിയാണ്ട ചില കാര്യങ്ങളുണ്ട്. റാഗിങ് എന്നത് അതൊരു പക്ഷേ കോട്ടയത്തിൽ ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് വിലയിരുത്താം. പക്ഷെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം വാർത്തകൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരിക്കലും ശുഭകരമായ ചില സൂചനകളല്ല. വിദ്യാർത്ഥി സമൂഹത്തിൽ ഉണ്ടാവുന്ന അത്തരം മാറ്റങ്ങളെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഇതൊരിക്കലും ഒരു വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമല്ല. ഈ ഒരൊറ്റ ഉദാഹരണം മാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് തന്റെ ജൂനിയർ വിദ്യാർത്ഥിയെ റാഗ് ചെയ്യുന്ന വാർത്തയും വീഡിയോ ഒക്കെ നമ്മൾ പുറത്തുവിട്ടത് കണ്ടത്. അത്തരത്തിൽ ക്രൂരമായ ഒരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുക, ഇത്രയും നന്നായി പഠിക്കുന്ന ഈ കുട്ടികളാണല്ലോ ഭാവിയിൽ ഇനി ഡോക്ടർമാരും നഴ്സുമാരുമായൊക്കെ പുറത്തിറങ്ങേണ്ടത് എന്നൊക്കെ ഓർത്ത് പരിതപിക്കുന്നതിനപ്പുറം നാം ചിന്തിക്കേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ വിഷയം മാത്രമല്ല ഇത്. റാഗിംഗ് എന്നത് അതിന് ശക്തമായ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ മാറുന്നൊരു വിഷയം മാത്രമല്ല, അതിനുമപ്പുറം കുട്ടികളുടെ മനോഭാവമാണ് യഥാർത്ഥത്തിൽ മാറ്റിയെടുക്കേണ്ടത്. തന്റെ കൂടെ പഠിക്കുന്ന 3-4 വർഷം ഒന്നിച്ച് പഠിക്കുന്ന തന്റെ ജൂനിയറോ സീനിയറോ ആയ കുട്ടികൾ അവരെല്ലാം തന്നെ പോലെ തന്നെയുള്ള കുട്ടികളാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു കരുത്ത് അവർക്ക് നൽകാൻ, അവരെ ഉപദ്രവിക്കുന്നതിന് പകരം തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സൗഹൃദവും സമാധാനമായ ഒരു അന്തരീക്ഷവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും താഴ്ന്നവരെ ചേർത്ത് പിടിക്കുവാനും ഉയർന്നവരെ ബഹുമാനിക്കുവാനുമുള്ള ഒരു വലിയൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന ബോധ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. പല കുട്ടികളും ഇന്നത്തെ ഒരു ദിവസം കാത്തു നിന്നുകൊണ്ട് തന്റെ പ്രണയിനിയെ പ്രപ്പോസ് ചെയ്യാനുള്ള പല ശ്രമങ്ങളുമായിട്ട് ഈ ദിവസത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സാഹചര്യം കാണാൻ കഴിയും. പോയി ഇതൊരു തിന്മയാണ്. ഇത്തരം ദിവസങ്ങളെ പ്രണയത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന അതിനുവേണ്ട ഒരു ദിവസമായി ചിത്രീകരിക്കുന്നത് ഒരു വലിയ തിന്മയാണ് എന്ന് പലപ്പോഴും നമ്മുടെ മക്കൾ തിരിച്ചറിയുന്നില്ല. അവരിത് ബോധ്യപ്പെടുത്തേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത് ഇന്ന് ഫ്രണ്ട്സ് എന്ന പേരിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ ബെസ്റ്റി എന്ന പേരിൽ പണ്ടൊക്കെ പ്രണയം എന്നുള്ള പേരൊക്കെ മാറ്റി നിർത്തി കുട്ടികൾക്കിടയിൽ പല രൂപത്തിലുള്ള പേരുകളാണ് ഇത്തരം റിലേഷൻഷിപ്പുകൾക്കുള്ളത്. ഇത്തരം റിലേഷൻഷിപ്പുകൾ ബന്ധങ്ങളെല്ലാം കുട്ടികൾ പല സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിന്റെ യഥാർത്ഥത്തിൽ ഈ തിന്മകൾ ഒരുപക്ഷെ അടുത്തൊരു വർഷം ഫെബ്രുവരി 14 ആകുമ്പോൾ ഈ രൂപത്തിലായിരിക്കില്ല ഉണ്ടാവുക. ഇത് മാറി വരും. LGBTQ ഇത് 10 വർഷം മുമ്പ് നമ്മൾ കേൾക്കാത്ത വാക്കുകളാണ്. ഇതൊരു പക്ഷെ 2-3 വർഷം കഴിഞ്ഞാൽ ആ തിന്മയുടെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് എത്താം. ഈ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള തിന്മകൾ മാറി വരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളുടെ ശോഷണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടത്. ആ മൂല്യശോഷണത്തെ കൃത്യമായി പരിഹരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രണയത്തിന്റെ വിഷയത്തിൽ എന്താണ് പറയുന്നത്? വിവാഹമാണ് ലൈംഗികമായ ആസ്വാദനത്തിന്റെ ഒരു അതിർവരമ്പ്, അതിന്റെ ഒരു മാനദണ്ഡം എന്ന മൂല്യം കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. തിന്മകളെ കാണുമ്പോൾ അതിൽ പരിതപിച്ച് സഹതപിച്ച് മാറി നിൽക്കുന്നതിന് പകരം ആ തിന്മയെ നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ പ്രതിരോധിക്കാൻ, ഏത് വിഷയമാവട്ടെ, ലഹരിയാവട്ടെ, വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളാവട്ടെ, അതിനെല്ലാം മാറ്റി നിർത്തി അതിനെ പ്രതിരോധിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വവും നമുക്ക് ഏവർക്കും ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്, ബദഅൽ ഇസ്ലാമു ഖരീബ വസയഊദു കമാ ബദഅ ഖരീബ ഫതൂബാ ലിൽ ഖുറബാ. ബദഅൽ ഇസ്ലാമു ഖരീബ, ഇസ്ലാം അത് തുടങ്ങിയത് അപരിചിതമായി കൊണ്ടാണ്. വസയഊദു കമാ ബദഅ ഖരീബ, ഇസ്ലാം അത് തുടങ്ങിയപ്പോൾ അപരിചിതമായതുപോലെ തന്നെ അത് അപരിചിതമായി തന്നെയാണ് മടങ്ങുകയും ചെയ്യുക. ഫതൂബാ ലിൽ ഖുറബാ, എന്നാൽ ഇവിടെ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഖുറബാകളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് തൂബ, അവർക്ക് മംഗളം, അവർക്ക് സന്തോഷം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഖുറബാക്കളായിട്ടുള്ള ആളുകൾക്ക് മംഗളം, അവർക്കാണ് അഭിനന്ദനം എന്ന് പറയുകയാണ്. ഇസ്ലാം അത് തുടങ്ങുന്ന സമയത്തും പ്രയാസത്തിലായിരുന്നു. ഇനി കാലം മുന്നോട്ട് പോകുമ്പോഴും ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം പലപ്പോഴും പ്രയാസത്തിലേക്കാണ് പോവുക. ഈ ചിന്ത കഴിഞ്ഞ ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫതൂബാലിൽ ഖുറബാ, ഖുറബാകൾക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ മംഗളം. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, മനിൽ ഖുറബാ, പ്രവാചകൻ ആരാണ് ഈ ഖുറബാക്കൾ? തങ്ങൾ ഖുറബാ എന്ന് പറഞ്ഞല്ലോ, ആരാണവർ എന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയും നാടും വീടും വിട്ട് പലായനം ചെയ്ത ആളുകളാണ്. വേറൊരു റിവായത്തിൽ പറയുന്നുണ്ട്, അൽ ഖുറബാഉ അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദ അന്നാസ്, ജനങ്ങൾ വഴി പിഴപ്പിച്ചത് നന്നാക്കുന്നവർ, ഇസ്ലാം ചെയ്തുകൊണ്ട് അതിനെ നന്നാക്കുന്ന ആളുകളാണ് ഖുറബാകൾ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഒക്കെ അവരുടെ കാലത്തുണ്ടായിരുന്ന തിന്മകളെ കൃത്യമായി അഭിസംബോധന ചെയ്ത ആളുകളാണ്. ഈ ഹദീസിന്റെ തുടക്കവും ഒടുക്കവും ഒക്കെ വലിയ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ബദഅൽ ഇസ്ലാമു ഖരീബ, ഇസ്ലാം ഒരു അപരിചിതമായ രൂപത്തിലായിരുന്നു പണ്ട് അതിന് തുടക്കമുണ്ടായിരുന്നത്. പണ്ടൊക്കെ സ്വഹാബിമാരായ ആളുകൾക്ക് അവർക്ക് സ്വഹാബത്തിന് അവർക്ക് അവരുടെ ജീവിതത്തിൽ മുസ്ലിമായി കൊണ്ട് ജീവിക്കുക എന്നത് വലിയ രൂപത്തിൽ അന്യമായി നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ യഥാർത്ഥത്തിൽ പല റിപ്പോർട്ടിലും കാണാൻ കഴിയും, ഇസ്ലാമിന്റെ ആരംഭകാലത്ത് ഇസ്ലാമികമായി ഇസ്ലാം സ്വീകരിച്ച ഓർഡറിൽ സ്വഹാബിമാരുടെ പേരുകൾ പറയുന്ന കൂട്ടത്തിൽ ഒന്നാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പേര് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഓർഡർ പറയുന്ന കൂട്ടത്തിൽ പല സ്വഹാബിമാരും അന്നത്തെ കാലത്ത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹും അംർ ഇബ്നു അബസ സുല്ലമി റളിയല്ലാഹു അൻഹും ഇവർ രണ്ടുപേരും അവകാശപ്പെട്ടൊരു വാക്കുണ്ടായിരുന്നു, ഞങ്ങളാണ് ഇസ്ലാം മൂന്നാമതായി സ്വീകരിച്ചത് എന്ന് ഈ രണ്ടുപേരും പറയുന്ന റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും.
എന്നാൽ പണ്ഡിതന്മാർ ഈ ലിസ്റ്റിങ്ങിന് ഓർഡർ ഉണ്ടാക്കിയപ്പോൾ ഈ രണ്ടുപേരുമല്ല ഇസ്ലാം മൂന്നാമതായി സ്വീകരിച്ചത്. ഇതിന്റെ ഒരു അർത്ഥത്തെ പറ്റി അവർ പിന്നീട് ഗവേഷണം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ഈ രണ്ടുപേരും സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവും അംർ ബിൻ അബ്ബാസ് സുലൈമാൻ റളിയല്ലാഹു അൻഹുവും ഈ രണ്ടുപേരും ചിന്തിച്ചിരുന്നത് തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരുന്ന സമയത്ത് വേറെ ആരും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ശേഷം മൂന്നാമതായി ഞാനാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്നായിരുന്നു അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് ഇസ്ലാം സ്വീകരിച്ച വിവരം അത് പുറത്തു പറയാൻ അവർക്ക് പേടിയായിരുന്നു. ആരൊക്കെയാണ് ഇസ്ലാം ഉള്ളവർ, മുസ്ലിമീങ്ങളായിട്ടുള്ളവർ ആരൊക്കെയായിരുന്നു, മുസ്ലിമീങ്ങൾ അല്ലാത്തവർ ആരൊക്കെയായിരുന്നു എന്ന് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായും അവർ തെറ്റിദ്ധരിച്ചതാണ് ഞങ്ങളാണ് മൂന്നാമതായി ഇസ്ലാം സ്വീകരിച്ചത് എന്ന് രണ്ടുപേർ പറയുന്ന ഈ ഒരു റിപ്പോർട്ട്. കാണിച്ചോക്കണം, അത്രത്തോളം ദീനുണ്ട് എന്ന് പറയാൻ വരെ പേടിയുണ്ടായിരുന്ന ഒരു സാഹചര്യം ഇസ്ലാമിക സമൂഹത്തിന് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. അത്തരം ഒരു സാഹചര്യം കടന്നു വന്നതാണ് ഇസ്ലാം. ശേഷം ഇപ്പോൾ ഇസ്ലാം എത്തി നിൽക്കുന്നത് ഈ ഒരു സമയത്തും യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് യാതൊരു ഭയവുമില്ല. മുസ്ലിമായി ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഇന്ത്യ രാജ്യത്ത് നമുക്കുണ്ട്. ഈ ചിന്ത ഉണ്ടെങ്കിൽ പോലും ഇസ്ലാം എന്ന നമ്മുടെ ഉള്ളിലുള്ള മുസ്ലിം എന്ന ഈ ഒരു വികാരം, ഈ ഒരു വിചാരം ഇത് പ്രകടിപ്പിക്കുവാൻ എന്തോ ചില മടികൾ പലർക്കും ഉള്ള ഒരു സാഹചര്യം കാണാൻ കഴിയും. നമ്മുടെ ഉള്ളിലുള്ള ഈ ദീനുൽ ഇസ്ലാം അത് നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ ആരാധനകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, മറിച്ച് നമുക്കത് പ്രകടിപ്പിക്കാനുള്ള ഏതെല്ലാം അവസരങ്ങളുണ്ടോ അവിടെ അത് പ്രകടിപ്പിക്കുവാനും പ്രബോധനം ചെയ്യുവാനുമുള്ള എല്ലാ സാഹചര്യവും നമുക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മുടെ കൂട്ടി വായിക്കേണ്ടത്. അത്തരത്തിലുള്ള വലിയ മാതൃകകളും കാണാൻ കഴിയും. ദീനിന് വേണ്ടി സ്വന്തം ജീവിതം പോലും ത്യജിച്ച് എത്ര സ്വഹാബിമാർ, എത്ര താബികൾ, എത്ര തബൂ താബികൾ, അത്തരത്തിൽ വലിയ മാതൃകകൾ പേറുന്ന വലിയ പൈതൃകത്തിന്റെ ഉടമകളാണ് നമ്മൾ എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹത്തെ ശത്രുക്കൾ മലമുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ മലമുകളിൽ തന്നെ ക്രൂശിക്കുവാൻ ആവശ്യമായ ആണിയും കുരിശും തന്റെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. തന്നെ ഇത് ഞങ്ങൾ ക്രൂശിക്കാൻ പോവുകയാണ് എന്നൊരു വാണിംഗ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇത് കേട്ട് തന്റെ മുമ്പിൽ തന്റെ മരണത്തെ നോക്കിക്കാണുന്ന സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. നിങ്ങൾ എന്റെ ശരീരം തുണ്ടമാക്കി പ്രാവുകൾക്ക് വിതരണം ചെയ്തോളൂ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ എങ്ങനെ മരിക്കുന്നു എന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല, മറിച്ച് ഞാൻ മരിക്കുമ്പോൾ എന്റെ ഈ മിടിക്കുന്ന ഹൃദയമുണ്ടല്ലോ, ഈ ഹൃദയം അത് ദീനിന്റെ മാർഗത്തിലാണെങ്കിൽ, എന്റെ ആത്മാവ് അത് മുസ്ലിം ആയിക്കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ എനിക്ക് യാതൊന്നും പിന്നീട് ഒരു പ്രശ്നമാവുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഈ രൂപത്തിൽ ദീനിലെ ഇസ്സത്തുള്ള ആളുകളായി നമ്മുടെ മുൻഗാമികൾ മാറിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് അങ്ങനെ ഒരു കുരിശിന്റെ മരണമോ അത്തരത്തിൽ യാതൊരു ക്രൂശിതയോ നമുക്കിത് ബാധിക്കാനില്ല. നമുക്ക് യാതൊരു പ്രയാസവും അത്തരത്തിലില്ല. നമ്മുടെ ദീനനുസരിച്ച്, നമ്മുടെ ഇഖ്ലാസ് അനുസരിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന ചിന്ത മാത്രമേ നമുക്ക് ഉണ്ടാവേണ്ടുള്ളൂ. അത് ഇസ്സത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ എന്ന എന്നും രാവിലെ അദ്കാർ സ്വബാഹുകളുടെ കൂട്ടത്തിൽ, രാവിലത്തെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. റളീതു ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ ഞാൻ റബ്ബായിക്കൊണ്ട്, എന്റെ രക്ഷിതാവായിക്കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, എന്റെ ദീനിനെ, എന്റെ ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ്യ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ റസൂലായിക്കൊണ്ട്, എന്റെ നബിയായിക്കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ എന്ന് ആത്മാർത്ഥമായി എന്നും രാവിലെ 3 തവണ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. യഥാർത്ഥത്തിൽ നാം ആകുന്ന വിശ്വാസികൾ ഇത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇത്തരത്തിൽ തൃപ്തികരമായ ഒരു ജീവിതമാണ് എന്നും രാവിലെ എനിക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ പിന്നെ ഇസ്ലാം അല്ലാത്ത മറ്റെന്ത് ആരോപണങ്ങളും നമുക്ക് എന്ത് പ്രയാസമാണ് ഉണ്ടാക്കുക? ദീനിൽ അഭിമാനബോധത്തോടുകൂടി, ഇസ്സത്തോടുകൂടി ഇതിന്റെ പാരമ്പര്യം നോക്കിക്കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള വലിയ ഉദാഹരണങ്ങൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ അവസാന നാളിനെ പറ്റി പറയുന്നുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ശത്രുക്കൾ അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹത്തെ ക്രൂശിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം തിരിച്ചു മറുപടി പറയാണ്, ശത്രുക്കൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ എന്ത് തന്നെ ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് എന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഇന്ന സിജ്നി ഖൽബ, തീർച്ചയായും ഈ ജയിൽ അതെനിക്കൊരു വിശ്രമമാണ്. വനഫി സിയാഹ, നിങ്ങൾ ഇനി എന്നെ നാട് കടത്തുകയാണെങ്കിൽ അതൊരു ടൂർ ആയിക്കൊണ്ട്, ഒരു വിനോദയാത്ര ആയിക്കൊണ്ടാണ് ഞാൻ അത് നോക്കിക്കാണുക. വഖതലി ഷഹാദ, ഇനി നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ അത് കൊന്നു കഴിഞ്ഞാൽ ഒരു ഷഹാദത്തായിക്കൊണ്ട്, രക്തസാക്ഷിത്വമായിക്കൊണ്ടാണ് ഞാൻ നോക്കിക്കാണുക. ഒന്നും എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ ഹക്കിലാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമ്മുടെ മുൻഗാമികൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ അത്തരത്തിൽ പുറബാക്കളാവാൻ, അപരിചിതരാവുന്ന ആളുകൾക്ക് മംഗളമുണ്ട് എന്ന ആ അപരിചിതരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാലം എത്ര മുന്നോട്ട് പോയാലും, ഇസ്ലാമിനെ എത്രത്തോളം ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും, നമുക്കറിയാം പണ്ട് കാലത്ത് ഇസ്ലാമിന്റെ ആവിർഭാവം അത് മുന്നോട്ട് പോയിരുന്ന കാലത്ത് പണ്ട് പറഞ്ഞിരുന്നു, താർത്താരികൾ വന്നപ്പോൾ ഇസ്ലാം നാമാവശേഷമായി പോകും.
ചെങ്കിസ് ഖാന്റെ പടയോട്ടം എന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇസ്ലാമിനെ നിങ്ങൾ നോക്കേണ്ട, ഇസ്ലാം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം മുന്നോട്ട് പോയി ഓറിയന്റലിസ്റ്റുകളുടെ വരവോടുകൂടി പറഞ്ഞിരുന്നു ഇസ്ലാമിനി ഉണ്ടാവുകയില്ല, ഇനി മറ്റൊരു യുഗമാണ് ഇവിടെ പിറക്കാൻ പോകുന്നത്. അതിനുശേഷം ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ പറഞ്ഞു സയൻസ് ഇസ് ദ ഓൾ ആൻഡ് ദ ഗോഡ് ഈസ് ഡെഡ് എന്ന വാക്കുകൾ പറഞ്ഞ് സയന്റിസത്തിന്റെ ആളുകൾ നോട്ട് പോകുന്ന സമയമുണ്ടായിരുന്നു. ഇതിലും ഏറ്റവും അവസാനം ഇപ്പോ നവനാസ്തികരായ ആളുകൾ ഇസ്ലാമിനെതിരെ പ്രതിരോധിക്കുന്ന അവരുടെ ഒളിയമ്പുകൾ വളരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഇസ്ലാമിനെതിരെ തിരിച്ചു വരുന്ന സമയത്ത് അവരും പറയുന്നുണ്ട് ഇസ്ലാം മരിച്ചു കഴിഞ്ഞു, ഇസ്ലാം ഇല്ലാതായി കഴിഞ്ഞു എന്ന് അവരും പറയുന്നുണ്ട്. പക്ഷെ മറിച്ച് നാം കാണുന്നത് ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം അത് പ്രോജ്വലിച്ചുകൊണ്ട് പ്രകാശപൂരിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു യാത്രയിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ആജ്ഞാനിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതയാത്രയിൽ നമ്മെ വഴിതെറ്റിക്കുന്ന ഒരുപാടധികം ഘടകങ്ങൾ നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു യാത്ര നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ യാത്രയിൽ പലപ്പോഴും വഴിതെറ്റുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവും. എത്ര തന്നെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടുകൂടി പോവുകയാണെങ്കിലും ചില ജംഗ്ഷനുകളിൽ നിന്നൊക്കെ പല രാത്രികളിലുമൊക്കെ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ചോദിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും വഴി തെറ്റുന്ന ചില ജംഗ്ഷനുകൾ കുറെ വഴിതെറ്റി പോയി പിന്നീട് യൂ ടേൺ അടിച്ചു വരുന്ന സാഹചര്യം പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിൽ അത്തരത്തിലൊരു വഴി തെറ്റുന്ന സാഹചര്യം, പല ജംഗ്ഷനുകളിലും തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഓരോ ജംഗ്ഷനുകളിലും നമ്മുടെ പിന്നാലെ 24x7 എന്നോണം പിശാച്, ശൈത്താൻ, ദുർപ്രേരണകളുമായി നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അവിടെ യഥാർത്ഥത്തിൽ സിറാത്തുൽ മുസ്തഖീം എങ്ങനെയാണോ പോകുന്നത് അതിലായിരിക്കണം നാം ഉണ്ടാവുക എന്ന കാര്യം കൃത്യമായി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് പിഴവുകൾ സംഭവിച്ചു പോകുന്നത് 3-4 വിഷയങ്ങളിലാണ്. ഒന്ന് നമ്മുടെ വിശ്വാസ വിഷയങ്ങളിലാണ്. ഇപ്പോ ഷഅബാൻ മാസമാണ്. ഷഅബാൻ മാസത്തിൽ ഇല്ലാത്ത ചില പോരിശകൾ ഷഅബാൻ പറഞ്ഞുകൊണ്ട് ഷഅബാൻ 15 രാവ് അത് ബറാഅത്ത് രാവാണ്, അത് ബറാഅത്ത് നോമ്പാണ് എന്നെല്ലാം പേരിലുള്ള പല ഇസ്ലാമിൽ ഇല്ലാത്ത പല പുത്തൻ ആചാരങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത് കാണുന്നുണ്ട്. ബറാഅത്ത് നോമ്പ് എന്നൊരു സംഗതിയേ ഇല്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത ചില പുത്തൻ ആചാരങ്ങളെ വലിയ പോരിശ കൊടുത്തുകൊണ്ട് വലിയ പുണ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമികമായ ചില പ്രമാണങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ചിലരെ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്നും ഇനി വരാനിരിക്കുന്ന റമദാനിലേക്ക് ഒരുങ്ങാനുള്ള ഏറ്റവും കൃത്യമായി വലിയ പുണ്യമുള്ള മാസമാണ് ഷഅബാൻ എന്നും കൃത്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നെ എന്തെങ്കിലും ഉണ്ടോ അത് പാലിക്കുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്നും സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നാം വഴിതെറ്റിപ്പോകാവുന്ന മറ്റൊരു വിഷയമാണ് ലൈംഗികമായ വിഷയങ്ങൾ. ലൈംഗികമായ വിഷയങ്ങളിലെ കൃത്യമായ സൂക്ഷ്മത നാം ഏവർക്കും കൃത്യമായി ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം ലഹരി അടങ്ങുന്ന സാമ്പത്തിക വിഷയങ്ങൾ അടക്കമുള്ള വലിയ രൂപത്തിലുള്ള വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ ഇന്നിന്റെ ഒരു മൊത്തത്തിൽ സാമൂഹിക സാഹചര്യം നോക്കുമ്പോൾ വലിയ രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നാം കാണുന്ന പല വാർത്തകൾക്കും ഇത്തരത്തിലുള്ള ചില അടിസ്ഥാനങ്ങളാണുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശൈത്വാന്റെ ദുർപ്രേരണകൾ എവിടെയെല്ലാമാണോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അവിടെ അതിനെ പ്രതിരോധിക്കുവാനും അതിൽ ഞാൻ ഉണ്ടാവുകയില്ല, എന്റെ കുടുംബം ഉണ്ടാവുകയില്ല, ഞാനുമായി ബന്ധപ്പെട്ട ആരും ഉണ്ടാവുകയില്ല, ഞങ്ങൾ ഇത്തരം തിന്മകളിൽ നിന്ന് മാറുമെന്ന് നന്മകളെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അത് പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിലാണ് ഉണ്ടാവുക എന്ന് ഉറപ്പിച്ചു പറയുവാനും ഹറാമുകളെ ഹറാമുകളായി തന്നെ മാറ്റി നിർത്തുവാനും ഹലാലുകളെ പൂർണ്ണാർത്ഥത്തിൽ അത് ആസ്വദിച്ച് സ്വീകരിക്കുവാനും ദീൻ നന്നായി പഠിക്കുവാനും നന്നായി പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെയും പുതിയ തലമുറയെയും ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ പണ്ഡിതന്മാർ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ഖബറിനെ വിശാലമാക്കി നമ്മളെയും അവരെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ രോഗികളായിട്ടുള്ള ആളുകൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായും വിവാഹ സംബന്ധമായും കുടുംബപരമായിട്ടും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കട്ടെ. മാരകമായ അസുഖങ്ങളുള്ള ആളുകൾ അവരുടെ അസുഖം അള്ളാഹു മാറ്റി പൂർണ്ണ ആരോഗ്യം അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലുമെല്ലാം കൺകുളിരും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഫലസ്തീനിലെ ഗസയിലടക്കം ഇന്നും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അവർക്കെല്ലാം അള്ളാഹു സ്വാതന്ത്ര്യവും വിമോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.